മലപ്പുറം ജില്ലയിലെ ദേശീയപാത 66-ന്റെ സർവീസ് റോഡുകൾ വൺ വേ ആയി മാത്രം ഉപയോഗിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ തീരുമാനം. ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. സേഫ്റ്റി അതോറിറ്റി, മലപ്പുറം റോഡ് സേഫ്റ്റി അതോറിറ്റി ഈ സർവീസ് റോഡുകളെല്ലാം വൺ വേ ആക്കിയിട്ടുണ്ട്. മുമ്പ് 2 വേ ആയിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഒരു വിധത്തിന് നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഓട്ടോറിക്ഷക്കാരുടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ സ്റ്റാൻഡ് ഇല്ല. പൊതുവെ നമ്മൾ മുനിസിപ്പാലിറ്റി നമുക്ക് വെന്നൂർക്ക് ഒരു സ്റ്റാൻഡ് തന്നാണ്. ഇപ്പൊ കളക്ടറിന്റെ ഈ റോഡ് വന്നത് കാരണം ഞാൻ ആരും കുറ്റം പറയില്ലട്ടാ, വന്നത് കാരണം ഞങ്ങളൊരു 10, 15, 20 മുകൾക്ക് വണ്ടിക്കില്ല. ഇവിടെ സ്റ്റാൻഡിൽ ഇപ്പൊ 20 മുകൾക്ക് വണ്ടികളുണ്ട്. അതേപോലെ അപ്പുറത്ത് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ താഴെ സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ നമ്മളോട് പറയണ ഇവിടുന്ന് സ്റ്റാൻഡ് നിങ്ങൾ എടുത്തു വേണമെന്ന് പറയണമെങ്കിൽ ഒരു 100-150 വണ്ടി, അത് 100-150 ആൾക്കാർ, ഓരോ കുടുംബങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ ഒരു ഫോം വഴി ഓല് ഉണ്ടാക്കി തരണ്ടേ? അതെ, മാറ്റി വന്നാണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഈ നാളെ മാറ്റണം എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോ ഒരു 1954 ഈ സ്റ്റാൻഡ് രൂപീകരിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇവിടെയാണ് ഈ വെന്നൂര് എന്ന് അറിയപ്പെടുന്ന സ്റ്റാൻഡ് ഇവിടെയാണ്. അന്ന് മുതലുള്ള സ്റ്റാൻഡാണിത്. ഇതിപ്പോലും ഒറ്റടിക്ക് വന്നാണ്ട് പറയണം ഞങ്ങൾ മാറണം എന്ന് പറയാം. ഞങ്ങളിപ്പോ ഈ അരുവിക്ക് എടുത്തിടാൻ പറ്റുമോ? അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ആൾക്കാർ കാണും. ഇതാണ് മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ എങ്ങനെ ജീവിക്കുമ്പോഴേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു സർവീസ് റോഡ് എന്ന് പറയുമ്പോൾ 6 മീറ്റർ വീതി വേണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഓട്ടോ സ്റ്റാൻഡ് വരുമ്പോൾ അതുപോലെ തന്നെ അനധികൃതമായിട്ട് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇറക്കിക്കൊണ്ട്. അപ്പൊ അതൊക്കെ നീക്കം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോക്കാര് എവിടെ പോകുന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ആര് തരുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളിപ്പോ ഇവിടെ ഇട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഒരു ആർട്ടി വന്നു കഴിഞ്ഞാല് ഒരു ഫോട്ടോ എടുത്ത് പോകും, ഞങ്ങൾക്ക് ഫൈൻ ഇടും. ഞങ്ങൾ ആരോട് പറയും? വാണിംഗ് തന്നാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ. പിന്നെ അന്ന് ഞങ്ങൾ ഈ റോഡ് പൊളിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങള് മുനിസിപ്പാലിറ്റിയിലും അവിടെ ഒക്കെ പോയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് റോഡ് ഞങ്ങൾ സ്റ്റാൻഡ് ഉള്ളതാണ് ഇവിടെ. അപ്പോൾ അത് പറഞ്ഞാൽ അതിന് റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ അതാ വന്നുകാണ്ട് ഞങ്ങളോട് മൊത്തത്തിൽ മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പൊ മാറിയാൽ എവിടെ പോകുന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനിപ്പോ മുനിസിപ്പാലിറ്റി നമുക്ക് സ്ഥലം കണ്ടെത്തി തരണം എവിടെയാണെന്നുള്ളത്. ഞങ്ങളിപ്പോ അതിന് പിന്നെ മുനിസിപ്പാലിറ്റിക്ക് പിന്നെ RTO ഒക്കെ നിവേദനം റെഡിയാക്കിയിട്ടുണ്ട്. ഒപ്പൊക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു നിവേദനം എഴുതിയിട്ട് ഞങ്ങൾ എത്ര ഡ്രൈവർമാരുണ്ട് അവരെ പേരും ഒപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുക്കണം. മുനിസിപ്പാലിറ്റി അതിൽ ഒരു ഇത് കണ്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ കളക്ടർക്ക് പോയിട്ട് പരാതി കൊടുക്കാനുള്ളൊരു ഇതിലിങ്ങനെ എത്തിപ്പെട്ടിക്കാണ്. ആ കളക്ടറാണ് ഇവിടെ ഉത്തരവിട്ടത് ഇത് വൺ വേ ആക്കാൻ വേണ്ടി. വൺ വേ ആക്കാൻ വേണ്ടിയിട്ട് അവരാണ് ഉത്തരവിട്ട്. പിന്നെ ഓൽക്ക് വികസനമാണ്. വികസനം വരുമ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ള ഓല് പറഞ്ഞു തരും. അത്രേ ഉള്ളൂ. ഓക്കെ താങ്ക് യു.